So I'm here. And any more questions? Yeah, please. Kamala. Sir, channel mics അവിടെ ഇരിക്കുന്ന അവിടെ സൗണ്ട് ഉണ്ടാക്കില്ലേ പ്ലീസ് ആ സൈഡ്. ചോദിച്ചോ. Sir, കമൽ സാറിന്റെ ഫ്രണ്ട് Yeah, okay. ഈ കമൽഹാസന്റെ ബിഗ്ഗസ്റ്റ് ഫാനും ബിഗ്ഗസ്റ്റ് ക്രിട്ടിക്കും കമൽഹാസൻ തന്നെയാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ടു സാറ്റിസ്ഫൈ ദ ഫാൻ ഭയങ്കര എളുപ്പമാണോ? ഫാന് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എളുപ്പമാണ്. ബിക്കോസ് ഈ റെഡി ടു അപ്രീഷിയേറ്റ്. ക്രിട്ടിക് അങ്ങനെയല്ല, ബഹുമാനത്തോടു കൂടി കേൾക്കണം. അത് ഞാൻ ഐ ലെറ്റ് ഗോ ഓഫ് ദ ക്രിട്ടിക് ഫസ്റ്റ്. കമൽഹാസന്റെ ഫാനെ അനുഭവിക്കില്ല. ഫസ്റ്റ് ഐ കീപ് ഹിം ഇൻ ദ സെറ്റ് വിത്ത് മീ. ദെൻ എൻ്റെ കൂടെ കമൽഹാസന്റെ ഫാനായിട്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. ഐ ആം ദ ലീസ്റ്റ് ആൻഡ് സോ യെസ് ഇറ്റ് കണ്ടിന്യൂസ് ആൻഡ് ഐ റെസ്പെക്ട് ദ ക്രിട്ടിക് മോർ than this fan. This fan and that critic are very important. കമൽ സാർ, യെസ് സാർ വളരെയധികം ഗാന്ധിജിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഗാന്ധിജിയെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഗാന്ധിജിയെ പറ്റി ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഹെയറാമിലൂടെ പറഞ്ഞു തന്ന ആളാണ്. ആൻഡ് ഹി സ്റ്റുഡ് ഫോർ നോൺ വയലൻസ്. പക്ഷേ വിക്രം ആയാലും തഗ് ലൈഫ് ആയാലും അതിന്റെ സ്റ്റോറിയുടെ ബിഗിനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് മണി സാർക്ക് കിട്ടുന്നത് കമൽഹാസൻ സാറിൻ്റെ ആണ്. വിക്രമിലെ ക്രക്സ് ലോകേഷിന് കിട്ടുന്നതും കമൽഹാസൻ സാർ വഴിയാണ്. അതിന്റെ രണ്ടിലുള്ളത് വയലൻസ് ആണ്. സോ ആസ് എ ക്രിയേറ്റർ ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും. ഗാന്ധിയുടെ ചിന്തയിൽ വയലൻസ് ഇല്ലാതിരുന്നിരിക്കാം, പക്ഷെ ജീവിതത്തിൽ അങ്ങനെ കഴിയാൻ പറ്റില്ല. There will be violence. How you confront it? With what kind of valor? Gandhiji's valor is the highest valor because the height of valor is ahimsa. And he has shown it. So, why do you use the valor? Because the world is violent. How do you combat it? Not with another sword. That's what he has taught many people, and just the least of them. Martin Luther King, Mandela, they all are fans of Gandhiji. And another 4 generations later I came by. I'm his great grandson. Now I'm yet to become great, but I'm a grandson. കമൽ സർ ചോദിച്ചോ. ഇവിടെ ഓക്കെ, വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു പറയാണ്. ഒരുപടി നല്ല സിനിമകളുമായിട്ട് മലയാളത്തിലെ ഓഡിയൻസിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ വരുന്നതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ പിറന്നാളാണിന്ന്. നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓറയുണ്ടെന്നറിയാം. ലാലേട്ടന് വേണ്ടിയിട്ട് 2 വാക്കുകൾ പറയും. I just spoke to him. Varudha Mumbu. I didn't know he was my Aliyan. I was very happy to call him Aliya. I thought he was my So I told him, Aliyanaye pagillo, valare sandosham. So I just spoke to him and I wished him happy birthday. നെക്സ്റ്റ് വൺ ചോദിച്ചോ. So before asking the question, I need to tell you this. 10 വർഷം കഴിയുമ്പോൾ നമ്മൾ പലരെയും മറക്കുമായിരിക്കും, പക്ഷേ ഉലകനായകനെ 100 വർഷം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പം തഗ് ലൈഫിൻ്റെ അനൗൺസ്മെൻറ്റ് ടീസർ ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട്. അതായത് ആ റിവേഴ്സ് ഡയലോഗ്, അത് ശരിക്കും ആരുടെ ഐഡിയ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ബിഹൈൻഡിലുള്ള കാര്യങ്ങളൊന്ന് പറയുമോ? അല്ല, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുമുള്ള സാധാരണ ഹ്യൂബ്രസ് ഉള്ള ആർട്ടിസ്റ്റ് പോലെ ആവും ഞങ്ങൾ. For us, the true hero for us is cinema itself. So, ബാക്കിയെല്ലാം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആണ്, ഇൻക്ലൂഡിങ് ദ ലീഡ് റോൾ മാൻ. സിനിമ നീഡ്സ് ഗുഡ് ആക്ടേഴ്സ്, അത്രയേ ഉള്ളൂ. You call him hero. Who's a hero? Today we call somebody a hero. Tomorrow we realize he's a villain in any field. So, that's what it is. And I hope you remember me for another 100 years without any negative comments. Then it will be a good life. സാർ, ഞങ്ങളുടെ ജോജു ചേട്ടനെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. ഈ സിനിമയിലൂടെ
തിരിച്ച് ഞങ്ങൾക്ക് എന്നും വേണം കേരളത്തിലേക്ക്. അതിനോടൊപ്പം സാറും വരാമെന്ന് പറഞ്ഞു. സംശയമാണ്, അതൊക്കെ സംശയമുണ്ട്. തിരുച്ചിയിൽ കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെ കുറെ പേരെ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നാഗേഷ് തിരുച്ചി കർണാടക പോകാൻ കഴിയില്ല. സരോജാദേവി ഞങ്ങളുടെ ആളാണ്. ഇപ്പോ ജോജുവും അങ്ങനെ ആയിപ്പോവും. ദറ്റ് ഇസ് മൈ ഭാവിയിൽ അങ്ങനെ ആവും. ഹലോ കമൽ സർ, ഹലോ ഇവിടെ ഇവിടെ Yeah. ചാണക്യൻ മദനോത്സവം പോലത്തെ സിനിമ എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത് മലയാളത്തിൽ? എന്തോ ചാണക്യൻ ചാണക്യൻ മദനോത്സവം പോലത്തെ മൂവീസ് ഉണ്ടായിരുന്നല്ലോ മലയാളത്തിൽ ചെയ്ത, അതുപോലത്തെ ഇനി ഇപ്പൊ ഒരു മലയാള സിനിമ എപ്പോഴാണ് പ്രതീക്ഷിക്കുക സാറിന്? അതുപോലെയാണ്. വയസ്സ് എത്രയായി? അത് വേറെ വേണം. ഇതിൽ കുറെ ഉത്സവമുണ്ട്. വായിക്കോട്ടെ. Once again, sir, thank you for coming to Kerala. And You don't have to thank me. yes, I will always come. sir, ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സാറ് മരുതനായകൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് മേൽ ഗിബ്സന്റെ അപ്പോക്കാലിപ്റ്റ് കണ്ടിട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തത് നേക്കഡ് പ്രേ എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് സിനിമേനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അദ്ദേഹം അപ്പോക്കാലിപ്റ്റ് ചെയ്തത്. അപ്പോൾ സാറ് തന്നെയായിരുന്നു ആക്ടറും സാറ് തന്നെയായിരുന്നു ഡയറക്ടറും. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. സാർ എങ്ങനെയാണ് ആ കഴുകനെ ട്രെയിൻ ചെയ്തത്? ഞാൻ ചെയ്തല്ല, അതിനാളുണ്ട്. അത് that is what I say, that there are people to do. This is a very democratic art. ഞാൻ ചെയ്തതാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. Because you are the കാരണം if you ask him how is your performance good, ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മണിസാറിന്റെ പേര് പറയാതെ വഴിയില്ല. അതാണ്. So saying Mel Gibson did Apocalypse nearly 6 or 7 years later, maybe more, I don't remember. Then the first thing was Ravi K. Chandran said, നമ്മുടെ ഷാർട്ട് കണ്ടോ? He said, ഇല്ല ഞാൻ കണ്ടില്ല, പോയി കാണുക. I was in America. Then I went and saw there were some similar shots. I was happy to think like those people, like my brothers. That's what makes us brothers. He might have another political angle to him. I forgive him for that. He's my brother. And we both were thinking on the same terms. And Maradhanayagam is our man. I picked it up from a hidden history book. For reasons I don't want to go into. Certain things, great history, we have just swiped it aside or rewritten it. Maradhanayagam is the man who really thought of this as an independent country against the British. But he was violent. He didn't win. Then came another person.